സീറ്റുകൾ വർദ്ധിപ്പിച്ച് വനിതാ സംവരണം നടപ്പാക്കുന്നത് രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തിൽ വലിയ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുമെന്ന് ഫ്രാൻസിസ് ജോർജ് എം.പി. ബി.ജെ.പിക്ക് സ്വാധീനമുള്ള മേഖലയിൽ നേട്ടമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ സംവരണ സംവിധാനം. 200-ലേറെ സീറ്റുകൾ ബി.ജെ.പി സ്വാധീന മേഖലയിൽ വർദ്ധിക്കും. പുതിയ ജനസംഖ്യാ കണക്കെടുപ്പിന് ശേഷമാണ് ഇത് സംബന്ധിച്ച് ആലോചിക്കേണ്ടത്. ആസൂത്രിതമായി ബി.ജെ.പിക്ക് വരുന്നാളുകളിൽ നേട്ടമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പുതിയ വനിതാ സംവരണ ബിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. പക്ഷെ ബി.ജെ.പി ഗവൺമെൻറ് ഇപ്പോൾ കൊണ്ടുവരുന്ന ഈ പുതിയ സംവിധാനം, അതായത് സീറ്റുകൾ വർദ്ധിപ്പിച്ച് സംവരണം ഉറപ്പാക്കും. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ വർദ്ധിപ്പിക്കൽ എന്തിനു വേണ്ടിയിട്ടാണ്? സീറ്റുകൾ വർദ്ധിപ്പിച്ച് നിയമസഭയിലും പാർലമെൻറ്റിലും സീറ്റുകൾ വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൽ വരുന്നൊരു പ്രശ്നം, ഇന്ത്യയുടെ ജനാധിപത്യ ഫെഡറൽ വ്യവസ്ഥിതിയിൽ വലിയ ഒരു അസന്തുലിതാവസ്ഥ ഇതുണ്ടാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇത് സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ബി.ജെ.പിക്ക് കൂടുതൽ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ വർദ്ധിക്കുകയും തെന്നിന്ത്യയിൽ ഈ പറയുന്നത് പോലെ സീറ്റുകൾ കുറയുകയും ചെയ്യുക എന്നുള്ളതാണ്.